വീണ്ടും ഒരു ഉത്സവകാലം ആരംഭിക്കുകയാണ്. 7 ദിവസങ്ങളായി നടക്കുന്ന കരിക്കകത്തമ്മയുടെ തിരുവുത്സവത്തിന് ക്ഷേത്രത്തിൽ നടക്കുന്ന വിശിഷ്ടങ്ങളായ ഉത്സവ പൂജകൾക്ക് പുറമെ 5-ാം ദിവസവും 6-ാം ദിവസവും നടക്കുന്ന രഥഘോഷയാത്രയും 7-ാം ഉത്സവ ദിവസമായ 30/3/2026 തിങ്കളാഴ്ച ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാലയും അന്ന് രാത്രി നടക്കുന്ന ഗുരുസിയോടുകൂടി ഉത്സവം ഈ വർഷത്തെ ഉത്സവം സമംഗളം പര്യവസാനിക്കും. കരിക്കകം ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് അന്നദാന സദ്യ. അതിനായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറാണ്. ഈ വർഷത്തെ അന്നദാന സദ്യ നമുക്കിവിടെ നടത്തുവാൻ സാധിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ്. വെറും ഒരാഴ്ച കൊണ്ട് പൈപ്പ് ലൈൻ ഗ്യാസ് നമുക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ അക്ഷീണമായ പ്രവർത്തനമാണ്. ഏകദേശം 4-5 ദിവസം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ പദ്ധതിയിൽ കൂടെ നമുക്ക് ഗ്യാസ് കിട്ടുകയും നമ്മുടെ ദേവിയുടെ ഏറ്റവും വലിയ പ്രസാദമായ അന്നപ്രസാദം നമുക്ക് നൽകുവാനും സാധിച്ചത്. അതിനുള്ള ഒരു ദേവിയുടെ കടാക്ഷം അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഇന്ന് പുരസ്കാരത്തിന്റെ പ്രിയതാരം ഭാവനയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. പത്തനത്തിൽ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം, ക്ഷേത്ര സമൃദ്ധി നമ്മുടെ പ്രദേശങ്ങളെയെല്ലാം അതിജീവിച്ച് അതിന് കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ദീർഘമായിട്ടൊന്നും ഉപന്യസിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ക്ഷേത്രങ്ങളിലും ഇതര ആരാധനാലയങ്ങളിലും ഒക്കെ തന്നെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഈ വർഷത്തെ നടവരവെന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള നടവരവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. 395 കോടി രൂപയാണ് ഒരു ഉത്സവകാലത്ത് ശബരിമലയിൽ നടവരവുണ്ടായി. ശബരിമലയിൽ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് നിശ്ചയമായിട്ടും നമുക്കൊരു മറുപടി ഉണ്ട്. അത് ജീവിതത്തിലെ ഒറ്റപ്പെടലുകളിലാണ് മനുഷ്യരെന്ന് നിൽക്കുന്നത്. പരസ്പരം സംസാരിക്കാൻ വേണ്ടി പോലും ആർക്കും സമയമില്ലാത്തതായിട്ടുള്ള ഒരു കാലമാണ്. ചെറിയ തുരുത്തുകളിലേക്ക്, ചിമിഴുകളിലേക്ക് നമ്മളെ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയാൻ നമുക്കൊരിടം വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടെ വിശാലമായിരുന്നു. അച്ഛനുണ്ടായിരുന്നു, അമ്മ, വലിയച്ഛനും വലിയമ്മയും, ഇളയച്ഛനും ഇളയമ്മയും, അമ്മാവനും അമ്മായി, ഇങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന നമുക്ക് നമ്മുടെ സന്തോഷവും സങ്കടമൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, പറയുന്നത് വളരെ സാഗൂതം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിലെ ഭാരമെന്ന് പറയും, വിഷമമെന്ന് പറയും. അതായിരുന്നു ആ കാലം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അണുകുടുംബങ്ങളിലേക്ക് നമ്മളങ്ങ് മാറി. ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു കാലം. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാട്, ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം, ദുരിതപൂർണമായിട്ടുള്ള പല പല അവസ്ഥകൾ ആധുനിക സമൂഹം നമുക്ക് സമ്മാനിക്കുന്നതാണ്. നാട് ഒരുപാട് പുരോഗതി പ്രാപിച്ചെങ്കിലും വർത്തമാന കാലഘട്ടത്തിൽ ആധുനിക സമൂഹം കുടുംബങ്ങൾക്ക് സമ്മാനിക്കുന്നത് പലപ്പോഴും പ്രയാസങ്ങളും സങ്കടങ്ങളുമാണ്. പ്രായമായിട്ടുള്ള ആളുകൾ പലർക്കും പരിഗണിക്കപ്പെടുന്നതേയില്ല, അവഗണിക്കപ്പെടുകയാണ്. അവരുടെ സങ്കടങ്ങളും വേദനകളും കേൾക്കാൻ ആരുമില്ല, മക്കൾ പോലുമില്ല. പുതിയ കാലം അതാണ്. അവിടെ ഒരു ആശ്വാസത്തിൻ്റെ തുരുത്ത് അവർ കണ്ടെത്തുന്നത് ഈശ്വര സാന്നിധ്യത്തിൽ തന്നെയാണ്. ഈ വർഷത്തെ ആ പുരസ്കാരം സാറിന് നൽകാൻ
ട്രസ്റ്റ് എടുത്ത തീരുമാനം എന്തുകൊണ്ടും ഉചിതമായ തീരുമാനമായി ഈ നാടിൻ്റെ പൊതുവികാരമായി യഥാർത്ഥത്തിൽ അത് മാറുകയാണ്. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരങ്ങളിലൊന്നാണ് ഇന്ന് സാറിന് ഇവിടെ നൽകുന്ന അംഗീകാരം. ഈ അംഗീകാരമല്ല, ധാരാളം അംഗീകാരങ്ങൾ അദ്ദേഹത്തിന്, ധാരാളം അംഗീകാരങ്ങൾ ദേശീയവും ഒക്കെ ആയിട്ടുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ കരിക്കത്തമ്മ പുരസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുടെ ഭാഗമായിട്ട് തന്നെ സാറിന് നമുക്ക് ആദരിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. സാറിനും അദ്ദേഹത്തിൻ്റെ സിനിമ സാംസ്കാരിക ജീവിതത്തിനും ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഉത്സവ ആശംസകൾ നേരുന്നു. നമസ്കാരം. നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകാനുള്ള അവസരം ലഭിക്കാറുണ്ട്. ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് കരിക്കത്തമ്മയുടെ മുൻപിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം പൊതുപ്രവർത്തന രംഗത്ത് പിച്ചവെച്ച് നടക്കുന്ന കാലം മുതൽ തന്നെ കഴിയുന്നത്ര സമയങ്ങളിൽ, ദിവസങ്ങളിൽ കരിക്കം ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഇന്ന് ഈ പരിപാടിയിലൂടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് കരിക്കം ക്ഷേത്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈശ്വര ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും തങ്ങളുടെ കാര്യങ്ങൾ അത് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി വരുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പേരുടെ സാന്നിധ്യം കൊണ്ടും മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്ന, കൃത്യമായിട്ട് അതിനെ പരിപാലിച്ചു പോകുന്ന ഭക്തജനങ്ങളുടെ കൂട്ടായ്മയൊക്കെ അടങ്ങുന്ന ക്ഷേത്രമാണത്. തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനാലയങ്ങളുടെ പ്രസക്തിയും അവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ ബാഹുല്യവുമൊക്കെ തന്നെ വർദ്ധിക്കുന്നത് നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പ് വർദ്ധിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പാറശാലയിലേക്കൊന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു 6-7 മാസക്കാലം ക്ഷേത്ര ഉത്സവങ്ങൾ, ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് കേരളം സജീവമാണ്. കർണാടകത്തിൻ്റെ ബോർഡറിലേക്ക്, അതായത് കാസർഗോഡ് മഞ്ചേശ്വരം ബോർഡർ ഷെയർ ചെയ്യുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആചാരങ്ങൾക്ക് ഇവിടെ നിന്ന് തികച്ചും വ്യത്യസ്തതയുണ്ട്. തെയ്യവും അതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് അവിടെ. ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ കുറേ കൂടി തീവ്രമാണ്. ഈ കണ്ണൂരിൻ്റെ ബോർഡർ കഴിയുമ്പോൾ തെയ്യമൊക്കെ കഴിഞ്ഞിട്ട് കോഴിക്കോട്, മലപ്പുറമൊക്കെ ആകുമ്പോഴേക്ക് വ്യത്യാസം വരുന്നുണ്ട്.
തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ആന എഴുന്നള്ളത്തിനൊക്കെയാണ് അവിടെ പ്രാധാന്യം. അതങ്ങനെ വ്യത്യാസം വന്ന് കൊല്ലം ഒക്കെ മധ്യ കേരളമൊക്കെ ആകുമ്പോഴേക്കും കുതിരയെ വഹിച്ചുകൊണ്ട് പോവുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളാണെങ്കിൽ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും കൊല്ലത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും മാറുകയാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങൾ നമ്മുടെ കൊല്ലങ്കോട് ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ മണ്ടക്കാട് ക്ഷേത്രത്തിലൊക്കെ പോയിരുന്നു. ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അല്ലെങ്കിൽ പരിപാടികൾക്ക് ചെറിയ 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 വ്യത്യാസമുണ്ടെങ്കിലും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആരാധനാലയങ്ങൾ കൊണ്ട് ദൃഢമാണ് നമ്മുടെ ക്ഷേത്രം, നമ്മുടെ രാജ്യം. ഈ ആരാധനാലയങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഇവിടെ നമ്മളൊക്കെ തന്നെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളുടെ ഇടയിൽ നമ്മളൊന്നും അറിയാത്ത തരത്തിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. അതൊരു പക്ഷേ തൊട്ട് കാണിക്കുവാനോ വരച്ചു കാണിക്കുവാനോ അത് എഴുതി കാണിക്കുവാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ അതിലപ്പുറം ഒരു ധാര സജീവമാകുന്നുണ്ട്, ഒരു അന്തർധാര സജീവമാകുന്നുണ്ട്. ഇതാണ് നമ്മുടെ രാഷ്ട്രം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിനെ ഭരണഘടനയും ഈ ഗവൺമെന്റും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഈ ഒരു ബോണ്ടിങ് ആണ്. അതാണ് നൂറ്റാണ്ടുകളോളം വിദേശികർ നമ്മുടെ രാജ്യത്തെ ഭരിച്ചുവെങ്കിലും ഈ രാഷ്ട്രം തളരാതെ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആരാധനാലയങ്ങളിൽ ജനങ്ങളുടെ വരവും അതോടൊപ്പം തന്നെ അവിടെ പ്രതീക്ഷയും വർദ്ധിക്കുന്നത് നമ്മുടെ നാടിൻ്റെ കരുത്ത് കൂടുന്നതായിട്ടാണ്. ഇപ്പോൾ ഇവിടെ സെക്രട്ടറി പറഞ്ഞു, ഗ്യാസിൻ്റെ ഷോർട്ടേജ് നമ്മുടെ യുദ്ധം ഒരു റിയാലിറ്റിയാണ്, ഒരു വസ്തുതയാണ്. ഇപ്പോൾ കോവിഡ് വന്നതുപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെയും അത് ബാധിക്കും. ആ സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നിരവധി ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ക്ഷേത്രോത്സവമൊക്കെ നടക്കുന്നത് കൊണ്ട് നിരവധി ക്ഷേത്രങ്ങളുടെ ഭാഗത്തു നിന്നും ഈ സമയത്ത് സിലിണ്ടർ വേണം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എല്ലാ ദിവസവും ഉണ്ണിയപ്പം നിവേദ്യമുണ്ട്, അവിടെ നിന്ന് ബന്ധപ്പെട്ടിരുന്നു. പഴഞ്ചർ ക്ഷേത്രത്തിൽ കുറേ ക്ഷേത്രങ്ങൾക്ക് നമുക്ക് ഈ കരിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കത്ത് ലഭിച്ചിരുന്നു. കുറേ ക്ഷേത്രങ്ങൾക്ക് നമുക്ക് സജീവമായി ഇടപെട്ട് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് ഗ്യാസ് പൈപ്പ് ലൈൻ വളരെ സജീവമാക്കി അത് കുറേ കൂടി മുൻപ് തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നുകൊണ്ട് നമ്മുടെ നഗരത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ഷോർട്ടേജ് ഉണ്ടാകുമായിരുന്നില്ല. അത് വളരെ സജീവമാക്കിയതോടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ആ പ്രശ്നവും പ്രതിസന്ധിയും പരിഹരിക്കാൻ സാധിച്ചു. കരിക്കകം ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഞാൻ മേയറെന്നുള്ള നിലയ്ക്ക് ആദ്യമായിട്ടാണ് ഈ ആറ്റുകാൽ ക്ഷേത്രോത്സവവും കരിക്കൽ ക്ഷേത്രോത്സവത്തിലൊക്കെ തന്നെ കോർപ്പറേഷൻ ഇടപെടുന്നത്. ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങിയ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ യോഗം ചേർന്നു. അതിനുശേഷം ഞങ്ങൾ കോർപ്പറേഷനിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റെയും വിളിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തുന്ന യോഗങ്ങൾ ചേരുകയുണ്ട്. അതിന് വളരെ പോയി തൊഴുതും. പിന്നെ ഇത്രയും വലിയൊരു പ്രോഗ്രാമാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ വരാനുള്ള മറ്റൊരു കാര്യം ശ്രീകുമാരൻ തമ്പി സാറാണ്. അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡിൻ്റെ കൂടെ നമ്മളൊരു സ്റ്റേജ് ഷെയർ ചെയ്യുക ഇന്ന് വരുന്ന ഒരു അവസരം ഞാൻ വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ചെറിയ കുട്ടിയായിരിക്കും തൊട്ട് ഞാൻ ഇതുപോലെ ഒരുപാട് അമ്പലത്തിൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്, ക്ലാസിക്കലായിട്ടും ഒക്കെ. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിലെ കലാപരിപാടികളുടെ എനിക്ക് ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് തോന്നുന്നത്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ബാക്ക് സ്റ്റേജിൽ ഇപ്പം അടുത്തതായി ഡാൻസ് കളിക്കാൻ പോകുന്ന കുട്ടികളുടെ ഒരു ടെൻഷനും അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലും ഒക്കെ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. വളരെ നന്നായി തന്നെ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ അവരെ ആശംസിക്കുകയാണ്. എന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാമെന്ന് എനിക്കതിന് അവസരം തന്ന നന്ദു ചേട്ടനും ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ആൻഡ് ഒരിക്കൽ കൂടെ ഞാൻ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു വലിയ ഫാനാണ്. സാറിനെ ആദരിക്കാൻ പോകുന്ന ഈ ചടങ്ങിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും എനിക്ക് ഇനിയും ഒരുപാട് പ്രാവശ്യം അമ്പലത്തിൽ വന്ന് തൊഴാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ശ്രീകുമാരൻ തമ്പി അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മേയർ ശ്രീ VV രാജേഷ് അവർ.
ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്ന അഡ്വക്കേറ്റ് അശ്വതി MS, ശ്രീ M. രാധാകൃഷ്ണൻ നായർ, ശ്രീ S. ഗോപകുമാർ, ശ്രീ S. മധുസൂദൻ നായർ, ശ്രീ G. ഓംപ്രകാശ്, സ്വാഗത പ്രഭാഷണം നടത്തിയ V. അശോക് കുമാർ, കൃതജ്ഞതാ പ്രഭാഷണം നടത്തുന്ന K. പ്രതാപേന്ദ്രൻ, പ്രശംസാപത്രം വായിച്ച ശ്രീ ഗോപകുമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന സുമനസ്സുകളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ജീവിതത്തിൽ 200-ലധികം പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രം 50-ലധികം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന സംസ്ഥാന അവാർഡാണ്. ഗുരുവായൂർ ക്ഷേത്രം കിട്ടുന്ന ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ശബരിമലയിൽ അയ്യപ്പൻ്റെ പേരിലുള്ള ഹരിവരാസന പുരസ്കാരം. ഇങ്ങനെ അനവധി പുരസ്കാരങ്ങൾ. കേരളത്തിലെ അധ്യാത്മ മേഖലയിൽ 2 സൂപ്പർ താരങ്ങളാണല്ലോ അയ്യപ്പനും ഗുരുവായൂരപ്പനും. അവരുടെ 2 പേരുടെയും പേരുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അനവധി ദേവീക്ഷേത്രങ്ങളിൽ നിന്ന്, ശിവക്ഷേത്രങ്ങളിൽ നിന്ന്, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ എനിക്ക് 2-3-4 പുരസ്കാരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ പുരസ്കാരങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇന്ന് ലഭിക്കുന്ന ഈ പുരസ്കാരത്തിനുണ്ട്. അതിന് കാരണം നിങ്ങൾക്കറിയില്ല, ഞാൻ പറയാം. മീനമാസത്തിലെ രോഹിണിയാണ് ഇന്ന്. മീനമാസത്തിലെ രോഹിണി നാളിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ 86-ാം ജന്മനക്ഷത്രമാണിത്. ഞാൻ ജനിച്ചിട്ട് 86 വർഷമാണ്. ആ 86-ാം ജന്മദിനത്തിൽ എന്നെ ഇവിടെ വിളിച്ച് വാടാ ഇത് മേടിച്ചുകൊണ്ട് പോ എന്ന് പറയാനുള്ള കരിക്കത്തമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ഞാൻ അതീവ സംതൃപ്തനാണ്. ഇതൊരു വലിയ പുണ്യമാണ്. മീനമാസത്തിൻ്റെ രോഹിണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജ്യോതിശാസ്ത്രം, നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രം ചന്ദ്രനെ ആധാരമാക്കിയുള്ളതാണ്, സൂര്യനെ ആധാരമുള്ളതൊക്കെയല്ല. പാശ്ചാത്യ സൂര്യനെ ആധാരമാക്കിയാണ് സോഡിയാക്ക്, അതായത് അവരുടെ. പക്ഷെ നമ്മൾ ചന്ദ്രനെ ആധാരമാക്കിയാണ് ദിവസങ്ങളും നക്ഷത്രങ്ങളൊക്കെ എണ്ണുന്നത്. കാരണം 27 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചാന്ദ്രമാസമാണ്, ചന്ദ്രൻ്റെ മാസമാണ് 27 നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രമാണ് യഥാർത്ഥ ജന്മദിനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സംസ്കാരം അതാണ്. എന്നാൽ ലോകം ഒന്നാവുകയും വിദേശ സംസ്കാരം നമ്മളെ സ്വാധീനിക്കുകയും ചെയ്തപ്പോഴാണ് ഡേറ്റ് ഓഫ് ബർത്ത്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ തുടങ്ങിയത്. ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷെ ഭാരതീയ രീതി അനുസരിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ജന്മനക്ഷത്രമാണ് പ്രസാദം. ഞാൻ ജനിച്ച ദിവസമാണ്, ജനിച്ച തീയതി മാർച്ച് 16-ആണ്. കാരണം ഞാൻ 86 വർഷം മുമ്പ് ഞാൻ ജനിക്കുമ്പോൾ അന്ന് മാർച്ച് 16 രോഹിണി നക്ഷത്രം. പക്ഷെ ഈ വർഷം അത് മാർച്ച് 24-ാം തീയതിയാണ്. അപ്പോൾ എനിക്ക് മറക്കാനാവാത്ത ദിവസമാണിത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. പൂർണേശ്വരി അഭയം തവ പദകമലം, കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയും നീ കരുണാസാഗരമേ. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി. ജ്ഞാനേ സരസ്വതി, ജ്ഞാനേ ലക്ഷ്മി, ജ്ഞാനേ ശ്രീഭദ്രകാളി. താമസിയായതും രാജസിയായതും സാത്വികയായതും ജ്ഞാനേ, ജ്ഞാനേ ജ്ഞാനേ സരസ്വതി, ജ്ഞാനേ ലക്ഷ്മി, ജ്ഞാനേ ശ്രീഭദ്രകാളി. ത്രിപുര സുന്ദരി
ത്രൈലോക്യമോഹിനി ത്രിശൂലവരധാരിണി മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. ഇന്ന് ഈ അമ്പലത്തിൻ്റെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഈ സ്റ്റേജിൽ ഇരിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്നാണ് പറയുന്നത് ഞാൻ. അത് തീർച്ചയായിട്ടും ഈ കരിക്കത്തമ്മയുടെ കടാക്ഷം കൊണ്ട് തന്നെയാണ് എനിക്കിന്ന് ഈ സ്റ്റേജിൽ ഇരിക്കാൻ തന്നെ പറ്റിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ് ഈ കരിക്കത്തമ്മയുടെ ഈ ഉത്സവം. ഒരു മതഭേദമന്യേ എല്ലാവരും ഒരു ഐക്യത്തോടു കൂടിയും ഒരുമയോടുകൂടിയും ഒന്നിച്ചു ചേരുന്ന ഈ ഉത്സവം വളരെ നന്നായി നമുക്ക് നടത്താൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ ചെറുതായിരുന്നപ്പോൾ തന്നെ ഏറ്റവും ചെറിയൊരു ക്ഷേത്രമായിരുന്നു. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഇന്ന് ഈ ക്ഷേത്രം ഇത്രയും നല്ല രീതിക്ക് വളരാൻ പറ്റുന്നതും. അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൻ്റെ നിലവാരത്തിൽ നമ്മുടെ ഈ ക്ഷേത്രം എത്തി നിൽക്കുന്നത്. നമ്മളിപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും മറ്റൊരു നാട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചോദിക്കാറുണ്ട്, എവിടെ നിന്ന് വന്നു, കരിക്കകത്ത് നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവര് നമ്മളെ അത്ര ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. അത്രയ്ക്കാണ് ഇന്ന് ഈ ക്ഷേത്രം നല്ല വളർച്ചയിൽ തന്നെ നിൽക്കുന്നത്. ഇത്രയും വളർച്ചയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് പങ്കാളിയായി നിൽക്കാൻ പറ്റുന്നത് തന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ ഉത്സവാശംസ. ഈ ഉത്സവ മഹാമഹത്തിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ചും ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കരിക്കകത്തുള്ള പുരസ്കാര സമർപ്പണമാണ്. അറിവുള്ളവരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാരത സംസ്കാരമാണ്, സംസ്കാരത്തിൻ്റെ പ്രത്യേകതയുമാണ്. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം ട്രസ്റ്റ് വർഷങ്ങളായി ആദരിച്ചു പോലും. മുൻകാലങ്ങളിൽ ആദരിച്ച അഭിനയ ചക്രവർത്തിയും ശ്രീ മമ്മൂട്ടി, ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ്, കേരളത്തിലെ വാനമ്പാടി ശ്രീമതി ചിത്ര, ജ്ഞാനപീഠം നേതാവ് ശ്രീ വൈൻ ബി കുറുപ്പ്, ജ്ഞാനപീഠം നേതാവ് ശ്രീ MD വാസുദേവൻ നായർ, ചലച്ചിത്രതാരം സുരേഷ് ഗോപി, കവിയും സംഗീതജ്ഞനുമായ കൈതപ്രം ശ്രീ ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ ന്മാരിൽ ഉൾപ്പെടുന്നു. ആ ശ്രേണിയിൽ ഇന്ന് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം ട്രസ്റ്റ് 16ാമത് കരിക്കകത്തമ്മ പുരസ്കാരം നൽകി ആദരണീയനായ ബഹുമുഖ പ്രതിഭയായ ശ്രീകുമാരൻ തമ്പി സാറിനെ ആദരിക്കുന്നു. അദ്ദേഹത്തിന് ട്രസ്റ്റിൻ്റെ പ്രത്യേകം അദ്ദേഹത്തിന് ഇന്ന് ജന്മനാളെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പ്രത്യേകം ജന്മദിനാശംസകൾ നേരുന്നു. ഈ ക്ഷേത്രത്തിൽ സംബന്ധിച്ച ഭക്തിഗാനങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ അദ്ദേഹം 3000-ൽ പരം ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിൽ അർത്ഥവത്തായ ഗാനങ്ങൾ ഉണ്ട്. അതിൽ ഒരു ഗാനം അതായത് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്ന സിനിമയിലെ ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൽ ഗോവറിയും ക്ലിമകളെ പറയൂ എന്ന് പറയുന്ന ആ തുടർച്ചയായ വരികളിൽ പ്രധാനപ്പെട്ടത്
ഈ കേരള ഹൈക്കോടതി ഒരു ജഡ്ജിമെന്റിൽ തന്നെ അതുപോലെ തന്നെ വേറെ ഈ അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിൽ അദ്ദേഹം കവിതാ സമാഹാരം എന്ന് പറയുമ്പോൾ അതിന് മുൻപ് തന്നെ അദ്ദേഹം 2 നോവലുകൾ രചിച്ചിട്ടുള്ളതായിട്ട് മനോരമയിൽ 2022 മനോരമയിൽ വന്ന ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ കാക്കത്തമ്പുരാട്ടി, വെയിലിന് ചൂടുണ്ട്, അങ്ങനെ 2 നോവലുകൾ. അതിൽ കാക്കത്തമ്പുരാട്ടി ആദ്യം പ്രസിദ്ധീകരിച്ച് കിട്ടാൻ തന്നെ അത് വളരെ പ്രയാസപ്പെട്ടു എന്നുള്ള അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തെങ്കിലും അതിൽ ഇടമുണ്ടായില്ല. അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ അതിൻ്റെ പത്രാധിപർ വളരെ പ്രഗത്ഭന്മാരായിരുന്നു. MV കൃഷ്ണവാര്യർ, അതേപോലെ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന് അതിലിടം കിട്ടിയില്ല. പിന്നീട് അദ്ദേഹം ജനയുഗത്തിലാണ് അദ്ദേഹം അത് കൊടുക്കുകയും അത് പ്രസിദ്ധീകരിച്ച് കിട്ടുകയും ഈ കാക്കത്തമ്പുരാട്ടി എന്നുള്ള നോവൽ പൂർണ്ണമായി പ്രസിദ്ധീകരിച്ച് കിട്ടുകയും അത് അദ്ദേഹത്തിന് സിനിമാ രംഗത്ത് പ്രവേശിക്കാനുള്ള ഒരവസരമായി മാറുകയും ചെയ്തു. കൂടുതൽ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നടന്ന സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഇന്ന് ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ സഹപ്രവർത്തകരുടെയും ഭരണസമിതിയുടെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും അമ്പലത്തിൻ്റെ സ്റ്റാഫിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പഠനത്തിൽ മികവ് തെളിയിച്ചിട്ടുള്ള കുഞ്ഞു മക്കൾക്കുള്ള സമ്മാന വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം ആലിയ AS ഏറ്റുവാങ്ങുന്നു. LKG സ്റ്റുഡൻ്റ് ആണ്. അടുത്തത് നിഹാരിക V അനീഷ്, LKGയിലെ സ്റ്റുഡൻ്റ് ആണ്. 99% മാർക്കാണ് മോൾ നേടിയിരിക്കുന്നത്. അഥർവ രാജേഷ്. അടുത്തത് അഥർവ രാജേഷ്, UKG സ്റ്റുഡൻ്റ് ആണ്. അഥർവ രാജേഷ് 98% മാർക്കാണ് മോള് നേടിയിരിക്കുന്നത്. അടുത്തത് കൃതി AP ഫസ്റ്റ് റാങ്ക് സ്റ്റുഡൻ്റ് ആണ്. 100% മാർക്കും മോള് നേടിയിട്ടുണ്ട്. നല്ലൊരു കൈയടി കൃതി AP. അടുത്തത് ഋഷി. ഒരു സംഭാഷണവും ഒരു ക്ഷമാപണത്തോടെ തുടങ്ങരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് നിങ്ങളോടെല്ലാം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് വേണം ഇവിടെ സംസാരിക്കാനായിട്ട്. കാര്യം എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. വളരെ മഹത്തായ വ്യക്തിത്വങ്ങൾ ഉള്ളിടത്ത് ഒരുപാട് നേരം അവരെ ചെയ്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൃതജ്ഞത പറഞ്ഞേ പറ്റൂ. പക്ഷേ ഇപ്പം തന്നെ നമ്മൾ അടുത്ത പ്രോഗ്രാംകാരുടെ സമയം ഏകദേശം 3/4 മണിക്കൂറോളം എടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് സുനിൽ പരമേശ്വരൻ്റെ ഗാനമേള കാത്തിരിക്കുകയാണ്. അവർ ടീം നേരത്തെ അതിന് പ്രിപ്പയർഡായിട്ടൊന്ന് കാത്തിരിക്കുകയാണ്. വളരെ ചുരുക്കി മാത്രമേ ഞാൻ ഇന്ന് കൃതജ്ഞത പറയാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കണം. ക്ഷമയോടുകൂടി സംഗതി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ അധ്യക്ഷനായിരുന്നത് കടകംപള്ളി സാറാണ്. കടകംപള്ളി കഴക്കൂട്ടം MLA ആണ്. അദ്ദേഹം മന്ത്രി, നിങ്ങൾക്കെല്ലാം അറിയാം, നേരത്തെ മന്ത്രിയായിരുന്നു. അതിനുപരിയായിട്ട് അദ്ദേഹം ഒരു സ്റ്റുഡൻറ് ലീഡറായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു. ഈ തിരുവറ്റത്ത് കളിച്ചു വളർന്ന ആളാണ്. ഈ മണ്ഡപം പോലും, ഈ 1200 പേരിരിക്കുന്ന മണ്ഡപം 50 ദിവസം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞ ഉത്സവകാലത്ത് നമ്മളെ സഹായിച്ചിരുന്നു. ഇപ്പോൾ 12 ദിവസം കൊണ്ട് പൈപ്പ് ഗ്യാസോടെ എത്തിക്കാൻ അദ്ദേഹം സഹായിച്ചിരുന്നു. അദ്ദേഹം നമ്മുടെ വേദിയിൽ പോയില്ല. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും കരിക്കേക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ബഹുമാനനായ നഗരപിതാവ് V രാജേഷ് നമ്മോടൊപ്പമില്ല. അദ്ദേഹവും വളരെ തിരക്കേറിയ ഒരു വ്യക്തിയായത് നിങ്ങൾക്കറിയാം. 23 കൊല്ലം വളരെ പ്രഗത്ഭനായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ സൂചിപ്പിച്ചോടൊപ്പം തന്നെ 2 അവലോകന യോഗം നമ്മളെ സഹായിക്കാനായിട്ട് ഈ ഉത്സവം വളരെ മംഗളമായിട്ട് നടക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യമായിട്ടൂടെ ഇരിക്കാനും ഇവിടുത്തെ വളരെയധികം പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ചാമുണ്ഡി ട്രസ്റ്റിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ 16ാമത്തെ
കരിക്കേത്തമ്മ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ബഹുമാന്യനായ തമ്പി സാറാണ്. തമ്പി സാറിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. തമ്പി സാറിന് ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമ്മളോടൊപ്പം നിന്ന് ഇത്രയധികം നമ്മളെ ബോധവൽക്കരിച്ച് നമുക്ക് ശാസ്ത്രവും കലയും എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്ന അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാം പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി മുഖ്യമായ ഒരു കാര്യം ഇവർ 3 പേരും പറഞ്ഞതുണ്ട്. കാര്യം മേയർ പറഞ്ഞൊരു കാര്യമുണ്ട്, തമ്പി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കടകംപള്ളി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ 3 പേരും പറഞ്ഞതെന്ന് വെച്ചാൽ മനുഷ്യബന്ധങ്ങൾ വേണമെന്നുള്ളതാണ്. മനുഷ്യബന്ധങ്ങൾ വേണമെന്നുള്ളതാണ്. ആ മനുഷ്യബന്ധങ്ങൾക്കാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ എത്തിക്കൂടുന്നത് പറഞ്ഞു. അതിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നേരത്തെ വളരെ നേരത്തെ ഇംഗ്ലീഷ് കവിയായ ജോൺ ടൂൺ പറഞ്ഞിട്ടുണ്ട്, നോ മാൻ ഈസ് ആൻ ഐലൻഡ്. ഒറ്റയ്ക്കൊരു ദ്വീപായിട്ട് ഒരു മനുഷ്യന് ജീവിക്കാനൊക്കില്ല. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ, ന്യൂക്ലിയർ ഫാമിലീസിൻ്റെ ഈ കാലഘട്ടത്തിൽ ക്ഷേത്ര സമുച്ചയത്തിൽ ഇതുപോലുള്ള കൂടിച്ചേരലിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരാൻ പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് 3 പേർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ പ്രശസ്തരായ നമ്മുടെ കുഞ്ഞെത്തിയ പോലെ നമ്മോടൊപ്പം എത്തിയ സൈൻ ആർട്ടിസ്റ്റ് ഭാവനാവർകൾ വളരെ നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. ഇത്രയും സമയം ഇത്രയും ധൈര്യമായിട്ട് നമ്മളോട് ഇരുന്നു നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കെല്ലാം അവാർഡ് കൊടുത്ത ബഹുധാരണ വ്യക്തിക്ക് ഞാൻ നന്ദി പറഞ്ഞു. ഞങ്ങളുടെ ഇപ്പം കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യത്തിലും ഇപ്പം നിങ്ങൾ വന്നു കണ്ടു കാണും, മിക്ക റോഡുകളും എല്ലാം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. സുഗമമായിട്ട് കയറി വരാൻ പറ്റുന്നുണ്ട്. വളരെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സൗകര്യം കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാം തന്നെ അഡ്വക്കേറ്റ് അശ്വതി നമ്മുടെ വാർഡ് കൗൺസിലറാണ് നമ്മളോടൊപ്പം ഉണ്ട്. ഈ പ്രദേശത്ത് തന്നെ തിരിച്ചു പറഞ്ഞു ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഒരു കൊച്ചു ക്ഷേത്രമായിരുന്നു, ഇപ്പോഴുള്ള പ്രസ്ഥാനമായി എന്ന് പറഞ്ഞിരിക്കുന്നു. ആ മഹനോട് ഞാൻ നിങ്ങളുടെ എല്ലാ പേരിലും കരിക്കൻ ട്രസ്റ്റിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു.